ജാർഖണ്ഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. ചൈബാസയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റിനെ സുരക്ഷാ സേന വധിച്ചു. തലയ്ക്ക് 10 ലക്ഷം രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവായ അമിത് ഹൻസ്ഡെയെയാണ് വധിച്ചത്. മേഖലയിൽ സുരക്ഷാ സേന തെരച്ചിൽ ഊർജിതമാക്കി. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വിവരങ്ങൾ. തന്നെ ഇന്ന് രാവിലെയാണ് ജാർഖണ്ഡിലെ ചൈബാസയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഈ ചൈബാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ പുരോഗമിക്കുകയായിരുന്നു. ആ ഓപ്പറേഷനിടെയാണ് മാവോയിസ്റ്റ് സുരക്ഷാ സേനകൾക്ക് നേരെ വെടിയുതിർക്കുകയും പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് നേതാവിനെ ഇപ്പോൾ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തത്. 10 ലക്ഷം രൂപ ആ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാവായ അമിത് ഹൻസ്ഡെയാണ് വധിച്ചിരിക്കുന്നത്. എന്തായാലും മേഖലയിൽ കൂടുതൽ ആ പരിശോധന ഇപ്പോൾ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. നമുക്കറിയാം 2026 മാർച്ചോടുകൂടി രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനും പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നിരവധി മാവോയിസ്റ്റുകൾ സ്വമേധയായി കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ ഭാഗമായി നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഒരു മാവോയിസ്റ്റിനെ വധിച്ചിരിക്കുന്നത്. മേഖലയിൽ കൂടുതൽ പരിശോധനയും പുരോഗമിക്കുകയാണ്. ശരി അരവിന്ദ്.